Today's message will be given by Mrs. Molly Marmin. Request Mrs. Marmin to come forward. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ജോഷുവ ജോർജ് അച്ഛൻ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ദൈവനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ 4ാമത്തെ പ്രബോധനമാണ്. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുവാണ്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണെന്ന്. ഇതേ വേദഭാഗം തന്നെ സമവീക്ഷണ സുവിശേഷങ്ങളിൽ 9-ാം അധ്യായങ്ങളിൽ തങ്ങളിൽ വലിയവൻ ആരാണെന്നും, അതുപോലെ 15-ാം സങ്കീർത്തനം തുടങ്ങുന്നത് കർത്താവേ യഹോവേ നിന്റെ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. ഇങ്ങനെ തങ്ങളിൽ ആരാണ് വലിയവൻ, ആർക്കാണ് മുഖ്യസ്ഥാനം എന്നുള്ളത് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എന്നും ഉയർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കർത്താവ് അവർക്ക് നൽകിയ ഉത്തരമാണ്. കർത്താവ് ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുക്കളെ പോലെ ആയി തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ശിശുക്കളെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം സ്വർഗത്തിൽ ഏറ്റവും വലിയവനായിരിക്കുമെന്ന്. ഈ ശിശു ആരാണെന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ ശിശു അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്യാസ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം വഹിച്ച അർത്ഥമുള്ള തെയോഫോറോസ് എന്ന വിശുദ്ധ ഇഗ്നാത്യോസിനെ അറിയപ്പെടുന്നത്. ഇനി ശിശുക്കളിലേക്കുള്ള പ്രത്യേകത എന്താണ്? അവർ നിഷ്കളങ്കരാണ്, സൗമ്യതയും സ്നേഹവും ദയവുമുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ മാമോദിസായിൽ നമ്മൾ പാടുന്നുണ്ട്, ഹിമമെന്നോണം നിൻ വസനം മിന്നുന്നു, യോർദാൻ നദിയേക്കാൾ രമ്യം നിൻ ഹൃദയമെന്ന്. രണ്ടാമതായി കർത്താവ് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിലേറെയെങ്കിലും നിന്ദിക്കുന്നവനെ എൻ്റെ കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയുന്നതാണ് നല്ലതെന്ന്. പ്രിയമുള്ളവരെ, കർത്താവ് ഈ ലോകത്തിൽ വന്നത് എല്ലാവരെയും രക്ഷിക്കാനാണ്. എന്നാൽ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്നത് എന്താണ്? സാമൂഹ്യമായും സാമ്പത്തികമായും അതുപോലെ ഒരു ദളിതനോ നമ്മുടെ ഇടയിലേക്ക് ദൈവത്തെ അന്വേഷിച്ച് വന്നാൽ നമ്മളിൽ പലർക്കും അവരെ ചേർത്ത് പിടിക്കാൻ മടിയാണ്. എന്തിന്? കർത്താവിന് തന്നെ ഈ വിമർശനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ചുങ്കക്കാരുടെയും പാവികളുടെയും കൂടെ ഇന്നും കുടിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെ കണ്ട് പരീക്ഷ ശാസ്ത്രിമാർ ചോദിക്കുകയാണ് ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ശിഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്നത് എന്ത് എന്ന്. അപ്പോൾ കർത്താവ് അവർക്ക് നൽകുന്ന മറുപടി ശ്രദ്ധേയമാണ്, ഞാൻ സൗഖ്യമുള്ളവർക്കല്ല ദീനക്കാർക്കാണ് വൈദ്യനെ കണ്ട ആവശ്യം, നീതിമാന്മാരെയല്ല പാപികളെ രക്ഷിക്കാനാണ് ഞാൻ വന്നതെന്ന്. പിന്നെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ കയ്യോ കാലോ കണ്ണോ ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിയും ചുഴുന്നും കളയുവാൻ. യേശു ഇതുകൊണ്ട് 2 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സ്വർഗരാജ്യം അവകാശമാക്കുവാൻ നമ്മൾക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ പാപമാണെങ്കിൽ അതിനെ വിട്ടുകളയുക. രണ്ടാമതായി, യേശുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളാണ് നമ്മൾ. സഭയുടെ വിശ്വാസത്തിനും ആചാരത്തിനും സുഗമമായ പ്രവർത്തനത്തിനും തടസ്സം നിർത്തുന്നവരെ ശക്തമായി അവർക്കുള്ള നടപടിയെടുക്കാനാണ് പറയുന്നത്. മൂന്നാമതായി കർത്താവ് പറയുകയാണ്, നഷ്ടപ്പെട്ടു പോയ ആളുകളെ അന്വേഷിക്കുന്ന നല്ല ഇടയന്മാരാകുവാനായിട്ട്. പ്രിയമുള്ളവരെ, കർത്താവ് പറയുക മാത്രമല്ല ചെയ്തത്, താൻ പ്രവർത്തിക്കുക കൂടെ ചെയ്തു. പാപം മൂലം പർദീസ നഷ്ടപ്പെട്ട മനുഷ്യവർഗം എന്ന ആടിനെ തേടി സ്വർഗത്തിലെ എല്ലാ മഹിമകളും ഉപേക്ഷിച്ച് ആ നല്ല ഇടയൻ ഭൂമിയിൽ വന്ന് നിന്നയും പരിഹാസവും തുപ്പലും അടിയും എന്നു വേണ്ട കൂരിരും പാണികളാൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് തൻ്റെ അവസാന തുള്ളി രക്തം വരെ നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി നൽകി. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഈ ശിഷ്യന്മാരിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാണ്. ഒന്നാമതായി ആഗ്രഹിക്കാനിരുന്ന ശിഷ്യന്മാർ എന്തു ചെയ്തു? കർത്താവിൻ്റെ കുരിശുമരണവും പിന്നീട് കിട്ടിയ പരിശുദ്ധാത്മാഭിഷേകവും അവരെ ഏക മനസ്സും ഏക ഹൃദയമുള്ളവരാക്കി തീർത്തു. അവർക്കിനി സ്ഥാനമാനങ്ങൾ ഒന്നും വേണ്ട. തങ്ങളുടെ അരുമനാഥൻ ഏൽപ്പിച്ച ദൗത്യം ലോകമെങ്ങും പോയി സുവിശേഷം ഘോഷിക്കുവാൻ അവർ അക്ഷരം പ്രതി അനുസരിച്ചു.
അതിന് രാജാക്കന്മാരുടെയോ സിംഹാസനങ്ങളുടെയോ അധികാരികളുടെയോ മതപണ്ഡിതന്മാരുടെയോ പീഡനമൊന്നും അവരെ നിർവഹിക്കില്ല. അവർ ധീരതയോടെ പോരാടി വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായെ ഒഴിച്ച് ബാക്കി എല്ലാവരും രക്തസാക്ഷി മരണം പ്രാപിച്ചു. പ്രിയമുള്ളവരെ, നമുക്കും ശിശുക്കളെ പോലെ കാപട്യമില്ലാത്തവരായി നമ്മുടെ സഭയിലെ ബലഹീനന്മാരായ സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് സഭയിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരെ കണ്ടുപിടിക്കാനായിട്ട് അല്പം സമയവും നമ്മുടെ സമ്പാദ്യവും ഉപയോഗിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.